ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നും കെമിസ്ട്രി തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടു അല്ലേ? എന്താണ് കഴിഞ്ഞ ക്ലാസ് കണ്ടത്? ചേഞ്ച് ഓഫ് ലിക്വിഡ് സോളിഡ് ഗ്യാസ് എന്താണെന്ന് പഠിച്ചു. എങ്ങനെയാണ് സോളിഡ് ലിക്വിഡ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് പഠിച്ചു. എങ്ങനെയാണ് സോളിഡ് അവൻ ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആവും, ലിക്വിഡ് ഹീറ്റ് ചെയ്തുമ്പോൾ ഗ്യാസ് ആവും. പിന്നെ എന്താണ് ഗ്യാസ് കൂൾ ചെയ്ത് കഴിയുമ്പോൾ ലിക്വിഡ് ആവും, ലിക്വിഡ് കൂൾ ചെയ്ത് കഴിയുമ്പോൾ സോളിഡ് ആവും. കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനിയും അതിനെ ബന്ധപ്പെട്ട് തന്നെ കുറച്ച് കാര്യങ്ങളോടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ടെക്സ്റ്റ് ബുക്കിൽ തൊട്ടടുത്ത പേജിൽ എന്താണുള്ളത്, ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്സിൻ്റെ ലിക്വിഡ്, നമ്മുടെ ആറ്റമിന് 3 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് അല്ലേ? സോളിഡ് അല്ലെങ്കിൽ ഖരം, ലിക്വിഡ് അല്ലെങ്കിൽ വാതകം, ഗ്യാസ്. സോളിഡ് അല്ലെങ്കിൽ ഖരം, ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം, ഗ്യാസ് അല്ലെങ്കിൽ വാതകം. ഇതാണ് 3 സ്റ്റേറ്റ്സ്. ഒരു മാറ്ററിൻ്റെ 3 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ്. ഇവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കും അല്ലേ? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സോളിഡ് നിന്ന് ലിക്വിഡിലേക്ക് പോയത് എങ്ങനെയായിരിക്കും? നമ്മൾ സോളിഡ് ഐസ് വെള്ളമായി മാറിയല്ലേ? ആ പ്രോസസ്സിന് എന്ത് പേര് പറയാ? സോളിഡ് ലിക്വിഡായി. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ലിക്വിഫേഷൻ എന്ന് പറയും. എന്ത് പറയും? ലിക്വിഫേഷൻ. സോളിഡ് ലിക്വിഡായി എന്ന് പറഞ്ഞ പേരാണ് ലിക്വിഫേഷൻ എന്ന് പറയും. ഇനി വെള്ളം, അതിന് ഗ്യാസ് ആയത് എങ്ങനെയാണ്? വെള്ളം ഒന്നുകൊണ്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വാട്ടർ വേപ്പറായി മാറി അല്ലേ? വാട്ടർ വേപ്പറായി മാറുന്നതിന് പറഞ്ഞ പേരാണ് വേപ്പറൈസേഷൻ. ഗ്യാസ് വേപ്പറല്ലാതെ മാറാം. അപ്പോൾ വാട്ടർ വേപ്പറായി മാറുന്നതിന് പേരാണ് വേപ്പറൈസേഷൻ. അപ്പോൾ സോളിഡ് ലിക്വിഡ് ആവുന്ന പേരാണ് ലിക്വിഫേഷൻ, ലിക്വിഡ് ഗ്യാസ് ആവുന്ന പേരാണ് എന്ത്? വേപ്പറൈസേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരയ്ക്കുക, ബോർഡ് ക്ലിയർ ഉണ്ടെങ്കിൽ. എന്താണ് നമുക്ക് തന്നെ, അപ്പോൾ നമുക്ക് ഒരു ഇത് കഴിഞ്ഞു അല്ലേ? എന്താണ്? സോളിഡ് ലിക്വിഡ് ആവണ പറയുന്ന പേരാണ് ലിക്വിഫേഷൻ, ലിക്വിഡ് ഗ്യാസ് ആവണ പറയുന്ന പേരാണ് വേപ്പറൈസേഷൻ. ഇനി എന്താണുള്ളത്? നമ്മൾ പഠിച്ചു അല്ലേ? തിരിച്ച് ഈ ഫ്ലോ ചാർട്ട് സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ് പോലെ തന്നെ തിരിച്ചുകൊണ്ടല്ലേ? ഗ്യാസിൽ നിന്ന് ലിക്വിഡ് ആവും, ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവും. അങ്ങനെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. ഗ്യാസ് ചെയ്യുന്ന ലിക്വിഡ് ആവണമെന്ന് പറഞ്ഞ പേര് എന്തായിരിക്കും? നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളിപ്പോൾ സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ് വന്നു അല്ലേ? ഹീറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒരു സോളിഡ്, ഒരു ഖര വസ്തു ചൂട് കൊടുത്തു കഴിയുമ്പോൾ എന്തായി മാറും? ദ്രാവകമായി മാറും, ലിക്വിഡായി മാറും. തന്നെ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുമായി മാറും? ആ ലിക്വിഡ് വാതകമായിട്ട് മാറും അല്ലേ? അപ്പം അതിന് പറഞ്ഞ പേരുകളാണ് പറഞ്ഞത്. സോളിഡ് ടു ലിക്വിഡ് ആണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കണമെങ്കിൽ അതിൻ്റെ പേരാണ് ലിക്വിഫേഷൻ എന്ന്. ഈ ലിക്വിഡ് ടു ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വേപ്പറൈസേഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് നോക്കിയാൽ, വാട്ട് ഈസ് കോൾഡ് എസ് വേപ്പറൈസേഷൻ? വേപ്പറൈസേഷൻ എന്താണ്? ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് എ മാറ്റർ ഫ്രം ലിക്വിഡ് ടു ഗ്യാസ് ഈസ് നോൺ ആസ് വേപ്പറൈസേഷൻ അല്ലേ? ഒരു വസ്തുവിൻ്റെ ദ്രാവക അവസ്ഥയിൽ നിന്ന് വാതക അവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ മലയാളത്തിൻ്റെ ഞാൻ പറഞ്ഞു തരാം, സാന്ദ്രീകരണം. വേപ്പറൈസേഷൻ്റെ മലയാളം വേർഡാണ് സാന്ദ്രീകരണം. സാന്ദ്രീകരണം മലയാളം മീഡിയത്തിലെ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഖരം, ദ്രാവകം, വാതകം. ഇനിയും ഖരം, ദ്രാവകം, ലിക്വിഫേഷന്റെ മലയാളം പേരാണ് ദ്രവീകരണം. ഇതൊന്നും പഠിച്ചു അല്ലേ? നമ്മൾ നേരെ തിരിച്ചു പോകാൻ പോവാം. എന്താണ്? ഗ്യാസ് എപ്പോഴാണ് നമുക്ക് ലിക്വിഡായി കിട്ടിയത്? ഗ്യാസ് നമ്മൾ കൂൾ ചെയ്തപ്പോൾ അല്ലേ? നിങ്ങൾക്കറിയാം, നീരാവി തണുത്തപ്പോൾ അത് വെള്ളമായി മാറി. അപ്പോൾ എന്ത് ചെയ്യുക? ഗ്യാസ് കൂൾ ചെയ്തപ്പോൾ ലിക്വിഡായി മാറി. അപ്പം ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകണതിൻ്റെ പേര് എന്താണെന്ന് നോക്കാം നമുക്ക്. ഗ്യാസ് ലിക്വിഡ് ആവണതിൻ്റെ പേരാണ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. കണ്ടൻസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. എവിടെ എന്താ? ബാഷ്പീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ എന്താണ്? ഗ്യാസിൽ നിന്ന് ലിക്വിഡ്, ഒരു മാറ്റർ ഗ്യാസിൽ നിന്ന് ലിക്വിഡായി മാറുന്നതിനെ പറഞ്ഞ പേരാണ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം.
അപ്പോൾ ഗ്യാസ് കണ്ടൻസേഷൻ വഴി ലിക്വിഡായി മാറി. ലിക്വിഡ് നമ്മൾ എന്താക്കണം, ലിക്വിഡിന് തണുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളിഡ് കിട്ടും അല്ലേ. ഇപ്പോൾ വാട്ടർ തണുത്ത് കഴിഞ്ഞാൽ ഐസ് കിട്ടണ മാതിരി ലിക്വിഡിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ സോളിഡ് കിട്ടും. നമ്മൾ എന്തെങ്കിലും പഠിച്ച ഫ്ലോ ചാർട്ട്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പഠിച്ചില്ലേ, അത് തന്നെയാണ്. അതിൻ്റെ പേരുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓരോ പ്രോസസ്സിന് എന്ത് പേര് വിളിക്കുന്നു. നമ്മൾ ലിക്വിഡ് സോളിഡ് ആവുന്നതിന് പറഞ്ഞ പേരാണ് സോളിഡിഫിക്കേഷൻ. ഇവിടെ സോളിഡിഫിക്കേഷൻ, സോളിഡിഫിക്കേഷൻ്റെ മലയാളം പേരാണ് ഘനീഭവിക്കൽ. സോളിഡിഫിക്കേഷൻ, സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതാ സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ്, ഘനീഭവിക്കൽ. ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഘനീഭവിക്കൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചു അല്ലേ. ഇനി സോളിഡ് ടു ഗ്യാസ് ആവാം, അത് ഒരു സ്റ്റെപ്പിനെ ബാക്കിയുണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത്രയും നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ പഠിച്ച കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഒരു സോളിഡ് ലിക്വിഡ് ആവണതിനെ പറഞ്ഞ പേരാണ് എന്ത്, സോളിഡ് ലിക്വിഡ് ആവണതിനെ പറഞ്ഞ പേരാണ് ലിക്വിഫേഷൻ. സോളിഡ് ലിക്വിഡ് ആവണതിനെ പറഞ്ഞ പേരാണ് ലിക്വിഫേഷൻ. ലിക്വിഡ് ഗ്യാസ് ആവണതിനെ പറഞ്ഞ പേരാണ് വേപ്പറൈസേഷൻ. തിരിച്ചോ, ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകണതിനെ പറഞ്ഞ പേരാണ്, ആരോ മാർക്ക് ശ്രദ്ധിക്കുക കേട്ടോ. സോളിഡ് ടു ലിക്വിഡ് എന്താണ്, ലിക്വിഫേഷൻ. ലിക്വിഡ് ടു ഗ്യാസ് എന്താണ്, വേപ്പറൈസേഷൻ അല്ലെങ്കിൽ സാന്ദ്രീകരണം. നേരെ തിരിച്ചു പോവാണ്, ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകണം, എന്താണ്, ഗ്യാസ് ടു ലിക്വിഡ് എന്താണ്, കണ്ടൻസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയും. ഇനി ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് പറഞ്ഞ പേരാണ് എന്ത്, സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഘനീഭവിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് പേരുകളൊക്കെ മനസ്സിലായെന്നായിരിക്കുന്നു. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലേ, ഈ സോളിഡിൽ നിന്ന് ഒരു സോളിഡായ വസ്തു നേരിട്ട് ഗ്യാസ് ആവുമോ, അതേപോലെ ഗ്യാസ് ആയ വസ്തു സോളിഡ് ആവുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പണ്ടൊക്കെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും പാറ്റ ഗുളിക കണ്ടിട്ടുണ്ടാവും അല്ലേ. പാറ്റ ഗുളിക കാണാത്തവരുണ്ടാവില്ല, മിക്കവരും കാണുന്നുണ്ടാവും. കാണാത്തവരാരെങ്കിലും നമ്മുടെ അടുക്കളയിലൊക്കെ പാറ്റകൾ കുടിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. ഒരു വെള്ള കളർ ഗുളിക കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിലുണ്ടാവും, അമ്മമാരോട് ചോദിക്കുക. അപ്പോൾ എന്താ പാറ്റ ഗുളിക നമ്മൾ പാറ്റയെ കുടിക്കാനായിട്ട് എന്താണ് പൊട്ടിച്ച് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഈ കബോർഡിലൊക്കെ വെക്കും. അപ്പോൾ അതിൻ്റെ സ്മെല്ല് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ പാറ്റകൾ അതിൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ പാറ്റ ഗുളിക പൊട്ടിച്ച് കബോർഡിനുള്ളിൽ വെച്ചു. അതായത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാമെന്ന് നോക്കിയാൽ നമുക്ക് പാത്രത്തിൽ എന്ത് കാണാൻ പറ്റും, പാത്രത്തിൽ ആ പാറ്റ ഗുളിക ഉണ്ടാവില്ല. എന്ത്, ആ പാറ്റ ഗുളിക എന്ന് പറഞ്ഞാൽ സോളിഡ് അല്ലേ, ഒരു ഗുളിക പോലെ ഇരിക്കുന്നതാണ്. അതെന്ത് ചെയ്യും, അത് നമ്മുടെ ടെമ്പറേച്ചറായിട്ട്, റൂം ടെമ്പറേച്ചറായിട്ട് എന്ത് ചെയ്തു, റിയാക്ട് ചെയ്ത് സോളിഡ് ഗ്യാസായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ സോളിഡ് ലിക്വിഡ് ആവാണ്ട് നേരിട്ട് ഗ്യാസ് ആയി പോണതിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. എന്താണ്, മാറ്റർ ചേഞ്ചസ് ടു ഗ്യാസ്, എ സോളിഡ് ചേഞ്ചസ് ടു ഗ്യാസ് വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. എന്താണ് ശരിക്കും സോളിഡ് ലിക്വിഡ് ഗ്യാസ് അല്ലേ, സോളിഡായ വസ്തു ലിക്വിഡായിട്ടാണ് ഗ്യാസ് ആവുന്നതെന്നാണ് പഠിച്ചത് അല്ലേ. ചില വസ്തുക്കൾ സോളിഡായ വസ്തുക്കൾ ലിക്വിഡ് ആവാണ്ട് നേരിട്ട് ഗ്യാസ് ആവും, അതിനെ പറഞ്ഞ പേരാണ് സബ്ലിമേഷൻ എന്ന് പറയും. അങ്ങനെ പറഞ്ഞുതരാം. എന്താണ് കർപ്പൂരം, കർപ്പൂരമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. എന്താണ്, വെൻ വേപ്പേഴ്സ് ഓഫ് ദി സബ്സ്റ്റൻസ്, ഓക്കെ, സബ്ലിമേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ നിങ്ങളതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഇതാണ്, സം സബ്സ്റ്റൻസ് വെൻ ഹീറ്റഡ് ചേഞ്ച് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. എന്താണ്, ചില വസ്തുക്കൾ ചൂടാക്കുമ്പോൾ പാറ്റുകൾക്ക് എന്താണ് സംഭവിക്കുക, പാറ്റുകൾക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറായിട്ട് ചൂടാണല്ലോ, റൂം ടെമ്പറേച്ചറായിട്ട് റിയാക്ട് ചെയ്താണ് എന്താണ് ഗ്യാസായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ ഒരു വസ്തു ചൂടാക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കേസാണ് എന്താ, ഐസ് ചൂടാക്കിയപ്പോൾ വെള്ളം കിട്ടി, വെള്ളം ചൂടാക്കിയപ്പോഴാണ് ഗ്യാസ് വേപ്പറായി മാറിയത് അല്ലേ. ഇവിടെ എന്താണ്, ഒരു വസ്തു ചൂടാക്കുമ്പോൾ ലിക്വിഡ് ആവില്ല, ലിക്വിഡ് ആവാണ്ട് നേരെ ഗ്യാസിലേക്ക് പോകും. When a substance is heated, it changes directly into gas without forming liquid. ലിക്വിഡ് ആവാണ്ട് ഒരു സോളിഡായ വസ്തു ലിക്വിഡ് ആവാണ്ട് നേരിട്ട് ഗ്യാസ് ആവാനെ പറഞ്ഞ പേരാണ് സബ്ലിമേഷൻ. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം, നാഫ്തലിൻ, അയോഡിൻ, അതൊക്കെ എന്താണ് സബ്ലിമേഷന് എക്സാമ്പിളാണ്. അപ്പം എന്താണ്, സോളിഡായ വസ്തു ലിക്വിഡ് ആവാണ്ട് നേരിട്ട് ഗ്യാസ് ആവണതിനെ പറഞ്ഞ പേരാണ് സബ്ലിമേഷൻ. മലയാളത്തിലാണെങ്കിൽ ഉത്പാദനം എന്ന് പറയും. അങ്ങനെ സബ്ലിമേഷൻ ഇത്
ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം. മലയാളത്തിൽ മീനുകാർക്ക് എങ്ങനെയാണ് ഒരു ഖരാവസ്ഥയിലുള്ള വസ്തു ദ്രാവകാവസ്ഥയിലേക്ക് പോവാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നതാണ് പറയുന്ന പേരാണ് ഉത്പാദനം. അപ്പോൾ നിങ്ങൾ വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതായിരിക്കും. സബ്ലിമേഷൻ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക കേട്ടോ. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും. ഇതിൻ്റെ എക്സാമ്പിളും ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ സോളിഡായ വസ്തു ഗ്യാസ് ആയി മാറുന്ന പേരാണ് സബ്ലിമേഷൻ. ഇനി തിരിച്ചെന്താണ് ഈ ഗ്യാസ് ക്രിസ്റ്റൽസ് എന്താ ചെയ്യുക, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സോളിഡ് തിരിച്ച് കിട്ടും. നമ്മൾ വീടുകളിലും നടക്കില്ല, അത് ഫാക്ടറികളിലൊക്കെയാണ് തിരിച്ചെടുക്കൽ കൂടുതലും സാധ്യതയുള്ളൂ. അപ്പോൾ എന്താണ് ഗ്യാസ് നമ്മൾ പറഞ്ഞല്ലേ വാട്ടർ വേപ്പർ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമായി മാറി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ലിക്വിഡ് കൂൾ ചെയ്യുമ്പോൾ സോളിഡായിട്ട് മാറി എന്ന് പറയും. അപ്പോൾ എന്താണ് തിരിച്ചും ഇപ്പോൾ സോളിഡ് ആയ വസ്തു ലിക്വിഡ് ഗ്യാസായി മാറി നമുക്ക് ഗ്യാസിൽ നിന്ന് എന്തും തിരിച്ചെടുക്കാൻ പറ്റും, സോളിഡും തിരിച്ചെടുക്കാൻ പറ്റും. അപ്പം എന്ത് ചെയ്താൽ മതി, ഈ ഗ്യാസ് ഈ വേപ്പേഴ്സ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ വേപ്പറുകളാണല്ലോ, വേപ്പറുകൾ തണുപ്പിച്ച് കഴിയുമ്പോൾ എന്തായി മാറുമെന്ന് പറയുന്നത് സോളിഡായി മാറുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ്. എല്ലാം രണ്ട് വേ ആണല്ലേ, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് പോകാൻ പറ്റും. ആരോ മാർക്ക് ശ്രദ്ധിക്കണ്ട. ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്കും പോകാൻ പറ്റും. കണ്ടാ, അങ്ങനെയാണെങ്കിൽ സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസിൽ നിന്ന് സോളിഡിലേക്കും ഒരു ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ പേരാണ് എന്താണ് സോളിഡിഫിക്കേഷൻ. നിങ്ങളിവിടെ പഠിച്ചില്ലേ, ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ എന്ത് പറയും, സോളിഡിഫിക്കേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ഗ്യാസും സോളിഡ് ആകുമ്പോൾ എന്തെന്നെ പേര് പറയാം, സോളിഡിഫിക്കേഷൻ തന്നെ പറയാം. സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഘനീഭവിക്കൽ, മലയാളം മീഡിയക്കാർക്കാണെങ്കിൽ ഘനീഭവിക്കൽ എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്താ ഓരോ പ്രോസസ്സിൻ്റെ പേരാണ് നിങ്ങൾക്ക് ആരോ മാർക്കിനടുത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ പേര് എന്താണെന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ എന്താ പറയാൻ പറ്റും, വാട്ട് ഈസ് കോൾഡ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഒരു സബ്സ്റ്റൻസ് ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ഗ്യാസ്, gaseous state is called vaporization. അതേപോലെ തന്നെ എന്താണ് ലിക്വിഫേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, എ സബ്സ്റ്റൻസ് ചേഞ്ചസ് ഇറ്റ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് അല്ലേ. ഖരാവസ്ഥയിലുള്ള വസ്തു ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ്രവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് ബുക്കിലേക്ക് വരയ്ക്കുക. എന്താണ് ഈ ആരോ മാർക്സൊക്കെ പേരുകളൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കുക. നമുക്കിങ്ങനെ ഇപ്പോൾ എക്സാമിന് ഇങ്ങനെ ഡാഷ് ഇട്ടൊക്കെ ചോദിക്കും, ഈ ആരോ മാർക്കിൻ്റെ അവിടെ ഡാഷ് ഇട്ട് വയ്ക്കും, ഈ പ്രോസസ്സിനെ പറഞ്ഞ പേര് എന്താണെന്നൊക്കെ ചോദിക്കും. ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം, അല്ല പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഫ്ലോ ചാർട്ട് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തയിലേക്ക് പോകണം. നിങ്ങൾക്ക് താഴെ ഒരു ടേബിൾ 4.3 കൊടുത്തിട്ടുണ്ട് അല്ലേ. 4.3 കൊടുത്തത് അപ്പോൾ നമ്മളെല്ലാവരും പേജ് എടുക്കുക. 4.3 എന്താ കാണാം, കുറച്ച് ഒരു ബോക്സ് കാണാം. ഫസ്റ്റ് ഇവിടെ എഴുതാം. എന്താണ് ഫസ്റ്റ്, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഞാൻ ഷോർട്ട് ഫോം ആക്കി എഴുതാം, നിങ്ങൾ ടെക്സ്റ്റ് നോക്കി എഴുതാം കേട്ടോ. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, ഡിസ്റ്റൻസ്, അട്രാക്ഷൻ, attraction of particles, energy of particles. ഇങ്ങനെയാണ് ഈ സ്റ്റേറ്റുകൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ കണികൾ കൊണ്ടാണ് ഒരു വസ്തു നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കണികൾക്കുടെ മൂവ്മെൻറ്റ്, അവരുടെ ചലനത്തിന് എന്ത് പറ്റും, അവരുടെ ദൂരങ്ങൾക്ക് എന്ത് സംഭവിക്കും, അവരുടെ അട്രാക്ഷന്, അവരുടെ പരസ്പരം തമ്മിലുള്ള ബന്ധത്തിന് എന്ത് സംഭവിക്കും, അവരുടെ എനർജിക്ക് എന്ത് സംഭവിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ എനർജി കൂടോ അതെ ഡിസ്റ്റൻസ് കൂടോ കുറയോ എന്നതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അവിടെ ജസ്റ്റ് സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് അല്ലേ, S2 എന്താണ് എഴുതുന്നത് എന്നർത്ഥം, സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ എഴുതിക്കോളൂ. വെൻ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, അപ്പോൾ L to G, ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്. വെൻ ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്, എന്താണ് ഗ്യാസ് ടു ലിക്വിഡ്, എന്താണ് സോളിഡ് ടു ഗ്യാസ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാൻ ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ്, ഗ്യാസ് ടു ലിക്വിഡ്, സോളിഡ് ടു ഗ്യാസ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നത്. നമുക്ക് നോക്കാം മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്. സോളിഡിലും പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഇരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. സോളിഡിൻ്റെ പാർട്ടിക്കിൾസിന് വളരെ വളരെ അടുത്തായിരുന്നു അല്ലേ. ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അകലത്തിനാണ് ഇരുന്നത്. ലിക്വിഡിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അകലത്തിനാണ് ഇരുന്നത്. ഗ്യാസിലാണെന്നുണ്ടെങ്കിലോ വളരെ
അകലത്തിലാണ് ഇരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പടം മനസ്സിൽ ഓർത്തിട്ട് വേണം നിങ്ങൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതാണ് സോളിഡിൻ്റെ, ഇതാണ് ലിക്വിഡിൻ്റെ, ഇതാണ് ഗ്യാസിൻ്റെ. ഇന്നലെ നമ്മൾ വരച്ച പടം തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ബോക്സ് ഫില്ല് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വരച്ചു എന്നുള്ളൂ. അപ്പോൾ നോക്കാം, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു റൗണ്ട് ആയിട്ട് കാണിച്ചിട്ടില്ലേ, അതാണ് പാർട്ടിക്കിൾ. നമ്മൾ പറഞ്ഞ ഒരു വസ്തു ചെറിയ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു അല്ലേ. ആ പാർട്ടിക്കിളാണ് റൗണ്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഒരു വസ്തു സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ, സോളിഡ് ടു ലിക്വിഡ്, ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിന്റെ പാർട്ടിക്കിൾസിന്റെ ചലനത്തിന് എന്ത് സംഭവിക്കും എന്നാണ്. അപ്പൊ എന്താണ്? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആയല്ലേ. അപ്പൊ ലിക്വിഡിലാണ് സോളിഡിലാണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് കൂടുതൽ. അത് നോക്കി ഇങ്ങനെ ഇരിക്കണ കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന പാർട്ടിക്കിൾസിന് അനങ്ങാൻ പറ്റുമോ? അവർ വളരെ പരസ്പരം തമ്മിൽ ഇറുകി ചേർന്നിരിക്കണം അല്ലേ, അവർക്ക് അനങ്ങാൻ സാധിക്കില്ല. പക്ഷെ ലിക്വിഡിലാണെങ്കിൽ നോക്കിയേ, അവർക്ക് തമ്മിലിടയ്ക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൊണ്ട് ലിക്വിഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അനങ്ങാൻ പറ്റും. അപ്പോൾ മൂവ്മെന്റ് ഓഫ് ഒരു വസ്തു സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ അവസാനത്തെ സ്റ്റേജ് എന്താണ്? ലിക്വിഡ് ആയി അല്ലേ. ലിക്വിഡ് ആകുമ്പോൾ അതിന്റെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? സോളിഡിനെ അപേക്ഷിച്ച് എന്തായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കും അല്ലേ. സോളിഡിലാണെങ്കിൽ പാർട്ടിക്കിൾസിന് അനങ്ങാൻ പറ്റില്ല, പക്ഷേ ലിക്വിഡിലാണെങ്കിൽ പാർട്ടിക്കിൾസിന് അനങ്ങാൻ പറ്റും. അപ്പോൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് കൂടും ലിക്വിഡിലാവുമ്പോൾ. അപ്പം എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുന്ന ഇതാ. ഇനി അടുത്ത എന്താണ്? ഈ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ ഈ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്ത് സംഭവിക്കും? ലിക്വിഡാണിത്, ഗ്യാസ് ആണ് ഇത് അല്ലേ. അപ്പൊ ലിക്വിഡിനേക്കാളും ദൂരത്തിലാണ് ഗ്യാസിന്റെ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ചലിക്കാൻ എന്തായിരിക്കും? ലിക്വിഡിനേക്കാൾ എളുപ്പമായിരിക്കും ഗ്യാസിലുള്ള പാർട്ടിക്കിൾസിന് ചലിക്കാൻ. അപ്പോൾ ഗ്യാസിലെ മൂവ്മെന്റ് എന്തായിരിക്കും? വളരെ ലിക്വിഡിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? ഇൻക്രീസസ് അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് മലയാളത്തിൽ എഴുതാം. നിങ്ങൾ അവസാനത്തെ സ്റ്റേറ്റ് നോക്കിയാൽ മതി അല്ലേ. സോളിഡ് ടു ലിക്വിഡ്. അപ്പോൾ ലിക്വിഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയാൽ മതി. അവിടെ ലിക്വിഡ് ടു ഗ്യാസ്. അപ്പോൾ ഗ്യാസ് ആകുമ്പോൾ അതിനെന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇനിയപ്പോൾ എന്താ? ഗ്യാസ് ടു ലിക്വിഡ് എന്നാണ് പറഞ്ഞത്. എന്താ? ഗ്യാസ് ആയൊരു വസ്തു നമ്മൾ ലിക്വിഡ് ആക്കും. അപ്പോൾ അതിന്റെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിന് എന്ത് പറ്റും? ഗ്യാസിൽ നമ്മൾ വളരെ അകലെയാണ് ഇരുന്നത് അല്ലേ. അപ്പോൾ ഈ പാർട്ടിക്കിൾസിനൊക്കെ വളരെ ദൂരത്തേക്ക് അനങ്ങാൻ പറ്റി. പക്ഷേ ഈ ഒരു ഗ്യാസ് ആയ വസ്തുവിനെ നമ്മൾ ലിക്വിഡാക്കി മാറ്റി. അപ്പോൾ അവരുടെ മൂവ്മെന്റ് എന്ത് ചെയ്യും? കുറയോ കൂടോ? കുറയും. കാരണം എന്താ? ഗ്യാസിനാണെങ്കിൽ കുറേ സ്പേസ് ഉണ്ട് അവരുടെ ഇടയിൽ. പക്ഷെ ലിക്വിഡിനാണെങ്കിൽ ജസ്റ്റ് അത്രയും സ്പേസ് ഇല്ല അല്ലേ. അവരുടെ സ്പേസ് കുറഞ്ഞു. അപ്പോൾ അവർക്ക് അനങ്ങാനുള്ള സ്വാതന്ത്ര്യവും കുറയും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഡിക്രീസസ് എഴുതാം. ഒരു വസ്തു വാതകത്തിൽ നിന്ന് ദ്രാവകമാക്കുമ്പോൾ പാർട്ടിക്കിൾസിന്റെ ചലനം കുറയും. ഇനി എന്താണ്? സോളിഡ് ടു ഗ്യാസ് അല്ലേ ഒരു വസ്തു. ഞാൻ പറഞ്ഞു സോളിഡ് ടു ഗ്യാസിന് ഒരു വസ്തു നേരിട്ട് സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുന്നതിനെ പറയുന്ന പേരെന്താണ്? സബ്ലിമേഷൻ അല്ലേ. ഒരു ഖരാവസ്ഥയിലുള്ള വസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നതിന്റെ പേരാണ് ഉത്പതനം എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ആ വസ്തു ഗ്യാസിലായ വസ്തുവിന് ചലനം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും കുറവായിരിക്കും? സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകണല്ലേ. ഗ്യാസിലാണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് കിടക്കുക. അവിടെ എന്തായിരിക്കും? ഇപ്പം ഇൻക്രീസസ് മൂവ്മെന്റ്. സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ ഈ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യുക. ഇനി ഡിസ്റ്റൻസ്. ഇനി ഈ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം നോക്കി. ഏറ്റവും അകലം കുറഞ്ഞിരിക്കുന്നത് ആരാ? സോളിഡാണ്. ലിക്വിഡ് എന്ന് പറയുമ്പോൾ അവർക്ക് തമ്മിൽ കുറച്ചുകൂടി അകലം വന്നു. ഗ്യാസ് എന്ന് പറയുമ്പോൾ അവരുടെ അകലം, രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കൂടിയല്ലേ. ഇവിടെ വളരെ അടുത്ത്, ഇവിടെ കുറച്ചുകൂടി അകന്നു, ഇവിടെ വളരെ അകന്നാണ് രണ്ട് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാം? സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കിൾസിന്റെ അകലം എങ്ങനെ വരും? കണ്ടോ, സോളിഡാണിത്, ലിക്വിഡാണിത്. അകലം എന്താ ചെയ്തത്? അകലം കൂടിയതോ കുറയതോ? ഡിസ്റ്റൻസ് കൂടി. പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടിയല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇൻക്രീസസ്. ഇനി ലിക്വിഡ് ഗ്യാസ്. ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അകലം എന്താണ്? നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ. അവർ തമ്മിലുള്ള അകലം ഇവിടെ ഇത്ര അകലത്തിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും അകലത്തിലേക്ക് മാറി. അപ്പൊ എന്താണ്? ഇൻക്രീസസ് അല്ലേ. ഇനി ഗ്യാസ് ടു ലിക്വിഡ്. ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകണം. ഞാൻ നേരെ തിരിച്ചു പോവാണ്. ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ഗ്യാസിൽ വളരെ അകന്നാണ് ഇരിക്കുന്നത്, പക്ഷെ ലിക്വിഡിൽ അത്ര അകന്നല്ല ഇരിക്കുന്നത്. അപ്പൊ ഗ്യാസ് ആയ ഒരു വസ്തു ലിക്വിഡ് ആവുമ്പോൾ അവരുടെ ഡിസ്റ്റൻസ് കുറയും. അപ്പൊ എന്ത് ചെയ്യാം? ഡിക്രീസസ്. ഇനി സോളിഡായ വസ്തു ഗ്യാസ് ആവുമ്പോൾ എന്ത് പറ്റും? അവരുടെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക? സോളിഡായ വസ്തു ഗ്യാസിലേക്ക് പോകുമ്പോൾ അവരുടെ ഡിസ്റ്റൻസ് കൂടല്ല ചെയ്യുക. അപ്പൊ ഇൻക്രീസസ്. അപ്പോൾ നിങ്ങൾ ഈ പടം വരച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി അട്രാക്ഷൻ. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ. അട്രാക്ഷൻ ഏറ്റവും കൂടുതലുള്ള സ്റ്റേജ് എത്രയാണ്? സ്റ്റേജ് ഏതാണ്?
അട്രാക്ഷൻ ഏറ്റവും കൂടുതലുള്ള സ്റ്റേജ് സോളിഡ് ആണ് അല്ലേ. ഈ പാർട്ടിക്കിൾസ് അല്ലേ ഏറ്റവും ഒരു കാന്തം പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ പാർട്ടിക്കിൾസ് അല്ലേ. അപ്പൊ അട്രാക്ഷൻ കൂടുതലുള്ള സ്റ്റേജ് ഇതാണ്. ഇവിടെ വരുമ്പോൾ അട്രാക്ഷൻ കുറയും, ഇവിടെ വരുമ്പോൾ അട്രാക്ഷൻ വീണ്ടും കുറയുന്നു. അപ്പൊ നോക്കാം അട്രാക്ഷൻ എങ്ങനെയാണ് മാറുന്നത്. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ അട്രാക്ഷൻ എന്ത് പറ്റും? അട്രാക്ഷൻ കൂടുകയോ കുറയോ? നമുക്കറിയാം അട്രാക്ഷൻ ഡിക്രീസസ് അല്ലേ. അത് തമ്മിലുള്ള ബന്ധം കുറയാല്ലേ, കാരണം എന്താ പാർട്ടിക്കിൾസ് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലിക്വിഡ് ടു ഗ്യാസ്, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ വീണ്ടും അട്രാക്ഷൻ കുറയുന്നു, ഡിക്രീസസ്. എന്താണ് ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എന്തുവരും? ഗ്യാസിൽ ഇത്രയും അകലത്തിലാണ് ഇരുന്നത് അല്ലേ, അപ്പൊ അട്രാക്ഷൻ വളരെ കുറവാണ്. ലിക്വിഡിലെത്തിയപ്പോൾ ഇവർ ഇത്രയും അകലത്തിലായി, അപ്പൊ അട്രാക്ഷൻ കുറച്ച് ഗ്യാസിനെ അപേക്ഷിച്ച് അട്രാക്ഷൻ കൂടുതലാണ് ആർക്ക്? ലിക്വിഡ്. നമുക്ക് എന്ത് പറയാം? ഗ്യാസ് ടു ലിക്വിഡ് അട്രാക്ഷൻ ഇൻക്രീസസ് എന്ന് പറയാം. സോളിഡ് ടു ഗ്യാസ്, സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? അട്രാക്ഷൻ എന്താ പറ്റുക? അട്രാക്ഷൻ ഡിക്രീസസ് അല്ലേ. സോളിഡിലാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. ആ വസ്തു ഗ്യാസിലേക്ക് പോകുമ്പോൾ അട്രാക്ഷൻ വളരെ കുറയുന്നു. അടുത്ത എന്താണ്? എനർജി അല്ലേ. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അകന്നിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും എനർജി കൂടുതൽ. അപ്പൊ സോളിഡിലാണ് ഏറ്റവും എനർജി കുറവ്, ലിക്വിഡ് അതിനേക്കാളും എനർജി കുറവ്, അതിനേക്കാൾ എനർജി ഉണ്ടാവും, സോളിഡ് അപേക്ഷിച്ച് എനർജി ഉണ്ടാവും. ഗ്യാസ് പാർട്ടിക്കിൾസിനാണ് ഏറ്റവും എനർജി എന്നാണ് പറയുന്നത്. അപ്പൊ എനർജിയാണ് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എനർജി ഇൻക്രീസ് ചെയ്യും. ഇനി ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ എന്താണ്? വീണ്ടും എനർജി ഇൻക്രീസ് ചെയ്യും, കാരണം മൂവ്മെന്റ് കൂടുതലല്ലേ. മൂവ്മെന്റ് കൂടുന്നതോറും അവരുടെ എനർജി കൂടും, ഇൻക്രീസസ്. ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എനർജി ഡിക്രീസ് ചെയ്യും. ഇനി കുറയുന്നു കേട്ടാ, വേണമെങ്കിൽ കുറയുക, കൂടുക എന്ന് എഴുതുക. ഇൻക്രീസസ് എന്ന് വെച്ചാൽ കൂടുക, ഡിക്രീസസ് എന്ന് വെച്ചാൽ കുറയുക എന്നാണ് അർത്ഥം. സോളിഡ് ടു ഗ്യാസ് പോകുമ്പോഴും എനർജി എന്താ ചെയ്യുക? എനർജി ഡിക്രീസസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ടേബിൾ മനസ്സിലായിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഈ ഫിഗർ കണ്ടോ, ഈ പാർട്ടിക്കിൾസിന്റെ ഫിഗർ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, ആ ഫിഗർ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ബോക്സ് ഫില്ല് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിന് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 3 ഫിഗർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പോൾ ഓരോ കാര്യം നമുക്ക് മനസ്സിൽ ആലോചിച്ച് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഈ ബോക്സ് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഈ 3 ഈ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ പഠിച്ചു. ആ അറേഞ്ച്മെന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ബോക്സ് ഫില്ല് ചെയ്യാൻ പറ്റും. ബോക്സ് നിങ്ങൾക്ക് ആരും കാണാപ്പാടം പഠിക്കേണ്ട. ഇപ്പൊ ഇത്രയും മനസ്സിലായിരിക്കുന്നു. ഇന്ന് പഠിച്ചത് എന്താണ്? ഇന്ന് പഠിച്ചത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് പഠിച്ചു. പിന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് അട്രാക്ഷനും ഡിസ്റ്റൻസും എനർജിയും മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, അത് കൂടാണോ കുറയാണോ എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതാം. നമുക്ക് അടുത്ത ഡിഫ്യൂഷനാണ് അടുത്ത ടോപ്പിക്ക്. ഡിഫ്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.